ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ചർച്ചാ വിഷയം നമുക്ക് രേണുസുതിയും ദാനം കിട്ടിയ വീടും അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. എല്ലാവരും കാണണം, അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം. ഈ വിഷയത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, രേണുസുതി നമ്മളോടൊക്കെ എന്ത് തെറ്റ് ചെയ്ത്? ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീ, അവർക്കും ജീവിക്കണ്ടേ ഈ ഭൂമിയിൽ? അവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്ത് അവർ ജീവിക്കണം. അതിൽ എന്ത് തെറ്റാണുള്ളത്? അഭിനയം അവർക്ക് ഇഷ്ടമായതുകൊണ്ട് അവർ ആ ജോലി ചെയ്യണം. വേറെ ഏതൊരു പുള്ളി പറയണ കേട്ട് ഞാൻ അവിടെ ജോലി ശരിയാക്കി കൊടുത്തതെന്ന്. ആ ജോലി അവർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള ജോലിയല്ലേ ചെയ്യുള്ളൂ. ഇഷ്ടമില്ലാത്തൊരു ജോലിനേക്കാളും നല്ലത് ഇഷ്ടമുള്ളൊരു ജോലിയല്ലേ ചെയ്യുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അവർ ജോലിക്ക് പോയി അവർ ജീവിക്കണം. പിന്നെ ദാനം കിട്ടിയ വീട്, ദാനം കൊടുക്കാൻ അർഹത ഉണ്ടായിട്ടല്ലേ ദാനം കൊടുത്തത്? ഈ രേണുസുതിനെ പോലെ ഒരുപാട് പേരുണ്ട്, ഭർത്താവ് മരിച്ചുപോയി മക്കളെ പോറ്റണേന്ന് പറഞ്ഞ് പല അഭിപ്രായങ്ങളും കമൻറ്റുകളും കാണാം. പക്ഷേ നമ്മളെല്ലാവരും ലോട്ടറി എടുക്കുന്നുണ്ട്. അതിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ എന്ന് വെച്ച് നമ്മൾ എടുക്കാതിരിക്കുന്നുണ്ടാ? ഇല്ല, എടുക്കും. അർഹത ഉള്ളവർക്ക് കിട്ടും. അതൊരു ലക്കാണ്. ഇപ്പോൾ രേണുസുതിയുടെ ഭർത്താവ് മരിച്ചുപോയി, ഒരു കലാകാരനായിരുന്നു സുധിച്ചേട്ടൻ. ആ പുള്ളിയുടെ കെയർ ഓഫിൽ അവർക്ക് പള്ളിവക സ്ഥലം അനുവദിച്ചു കൊടുത്തു. അതിലൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പായ, അതിൻ്റെ ഫുൾ ഫോം എനിക്കറിയില്ല, ആ പുള്ളി വീടും പണിതു കൊടുത്തു. ആ പുള്ളിന്ന് വെച്ചാൽ ആ പുള്ളിയുടെ സ്വന്തം സ്വത്തല്ല, അത് എല്ലാവരും സ്പോൺസറായിട്ട് കിട്ടിയതാണ്. അതിൽ നിന്ന് വീടും പണിതു കൊടുത്ത് അവർ താമസിക്കണ്. അതിലൊരഭിപ്രായം പറഞ്ഞു പുള്ളിക്കാരത്തി ചെയ്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറയാനായിട്ട്. ഒരു ചാനലുകാരൻ ചോദിച്ചപ്പോൾ ചോരനുണ്ടെന്ന് പറഞ്ഞു. സത്യസന്ധമായ മറുപടി ആയിരിക്കുള്ളത്. ചോരൻ ഉണ്ടാവുമായിരിക്കും. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണാറില്ലേ? നമ്മളെല്ലാവരും എണ്ണും. ഒരു 10 ആളോട് പറഞ്ഞാലേ നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാവുള്ളൂ. അതാണ് മലയാളി. രേണു മാത്രമല്ല ആ കുറ്റം ചെയ്തേക്കണത്, എല്ലാവരും ആ കുറ്റം ചെയ്യണവരാണ്. ആരും കുറ്റം ചെയ്യാത്തവരില്ല. രേണുവിന് ഇത്രമാത്രം ക്രൂശിക്കാൻ ആ കുട്ടി നമ്മളോടെല്ലാവരോടും എന്ത് തെറ്റ് ചെയ്ത്? പെണ്ണുങ്ങളടക്കം കൊച്ചുങ്ങൾക്ക് കൊടുത്ത വീടാടിയത്. നീ ഇറങ്ങിപ്പോടി, നിൻ്റെ വീട്ടുകാരെ ഇറക്കി വിടറി. രേണു ജോലിക്ക് പോകുമ്പോൾ മക്കളാരും നോക്കും? മക്കളെ എന്ന് ഉദ്ദേശിച്ചത് കിച്ചപ്പൻ്റെ കാര്യമാണ് ഞാൻ. കിച്ചപ്പനല്ല, റിതപ്പൻ, സോറി. ആ ചെറിയ കുട്ടിയെ നോക്കാൻ ആൾ വേണ്ടേ? ആ കുട്ടിക്ക് ആളെ നിർത്തി ജോലിക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. അതിനുള്ള വരുമാനമില്ല. അപ്പോൾ ഏറ്റവും നല്ല മാർഗം ആ കുട്ടിയുടെ ഫാമിലീനെ അവിടെ താമസിപ്പിച്ച്, പിന്നെ മൂത്ത കുട്ടി അച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അത് ആ കുട്ടിയുടെ ഇഷ്ടമല്ലേ? 18 വയസ്സ് കഴിഞ്ഞ ഒരു പയ്യനാണ്, അവന് തീരുമാനിക്കാം. അവൻ്റെയും അവൻ്റെ അനിയൻ്റെയും വീടാണത്. അതിൻ്റെ അവകാശം രേണുസുതിക്കാണ്. കാരണം ആ പിള്ളേരെ നോക്കി അവർ ജീവിക്കണം. അവർ മറ്റൊരു വിവാഹം കഴിക്കുന്നത് വരെയും അവർക്കവിടെ അവകാശമുണ്ട്. അത് ആർക്കും തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല.